PCOSന്റെ മാനേജ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡയറ്ററി മാനേജ്മെൻറ്റ്. നമ്മളുടെ ബോഡി വെയ്റ്റിൻ്റെ 10% കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഈ ഓവുലേറ്ററി ഇഷ്യൂസ് പോലും നേരെയാവുന്ന കേസസ് ഒരുപാടാണ്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതും ഡയറ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയുള്ള ഡയറ്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തത്, ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഉദാഹരണമായിട്ട് ബ്രൗൺ റൈസ്, ഓട്സ്, ബാർലി, സ്വീറ്റ് പൊട്ടറ്റോ, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, പംകിൻ, മത്തങ്ങ, ബോട്ടിൽ ഗാർഡ്, ഹോൾ വീറ്റ് അല്ലെങ്കിൽ മൾട്ടി ഗ്രെയിൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് നമ്മൾക്ക് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഫുഡ്? വൈറ്റ് റൈസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ബ്രെഡ്, പൊട്ടറ്റോ, ഷുഗറി ചായ്, മൈദ, ഹൈ ഫൈബർ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉദാഹരണമായിട്ട് ബീൻസ്, ലെൻറ്റിൽസ്, ബ്രോക്കോലി, കോളിഫ്ലവർ, മുളപ്പിച്ച പയറ്, പരിപ്പ് വർഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ, അതുപോലെ ബെറീസ്, സ്ട്രോബെറി, ബ്ലൂബെറി, മൽബറീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ചിക്കനോ, ഫിഷ്, എഗ്ഗ് അല്ലെങ്കിൽ പനീർ, അതുമല്ലാന്നുണ്ടെങ്കിൽ കടലവർഗത്തിൽപ്പെട്ടിട്ടുള്ളതോ പയറുവർഗത്തിൽപ്പെട്ടതോ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. അൺഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗർട്ടും നല്ലതാണ്. ഇനി ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ് അവക്കാഡോ, വാൾനട്ട്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്. ഭക്ഷണത്തിൽ മഞ്ഞൾ യൂസ് ചെയ്യുന്നത്, അതായത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ടീസ് യൂസ് ചെയ്യുന്നത് മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. സോഡ, ജ്യൂസ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ജ്യൂസ്, ബോട്ടിലിൽ വരുന്ന ജ്യൂസ്, ക്യാൻഡീസ്, ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ടുകൾ, ഷുഗറി ആയിട്ടുള്ള യോഗേർട്ടുകൾ, പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് ഐറ്റംസ്, അതായത് പാസ്ത, പേസ്ട്രീസ്, പിന്നെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ഒരുപാട് അടങ്ങുന്ന ഫ്രൈഡ് ഫാറ്റി ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കാലോറി ഇൻടേക്ക് നിയന്ത്രിക്കാനുള്ള കുറച്ച് ഹാക്കുകളുണ്ട്. അതായത് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമ്മൾ പ്രോട്ടീനും വെജിറ്റബിൾസും കഴിക്കുക, അതിനുശേഷം മാത്രം കാർബ്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു ഐഡിയൽ പ്ലേറ്റിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഹാഫ് ഓഫ് ദ പ്ലേറ്റിൽ പച്ചക്കറികളും ഫ്രൂട്ട്സും വരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു 25% നമ്മുടെ മീറ്റ് ഐറ്റംസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഐറ്റംസ് വരിക. 25% മാത്രമാണ് കാർബ്സ് വരാനായിട്ട് പാടുള്ളൂ. ആ കാർബ്സും കുറച്ച് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള കാർബ്സ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും മീൽസ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. മീൽസ് സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്രേവിങ്സ് ഭയങ്കരമായിട്ട് കൂടുകയും അടുത്ത മീൽസ് കഴിക്കുമ്പോൾ നമ്മൾ അതിനെ കൂടെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഫുഡ് കഴിക്കുകയും ചെയ്യും. ആൻഡ് അതൊരു ഹെൽത്തി പ്രാക്ടീസ് അല്ല. അത് സഡൻ പീക്സ് ഓഫ് ഷുഗേഴ്സ് ഉണ്ടാവാനായിട്ട് മാത്രമാണ് ഹെൽപ്പ് ചെയ്യുള്ളൂ. അത് നമ്മുടെ ബോഡിയിൽ വെയിറ്റ് ലോസ് ചെയ്യാനും കാര്യങ്ങൾക്കും ഹെൽത്തി വേയിൽ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യത്തില്ല. നമ്മുടെ ഹോർമോണൽ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഒന്ന് ജിഞ്ചർ ഗാർലിക്, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, മേത്തി, സിനമൺ പോലുള്ള പദാർത്ഥങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ.